നമുക്കറിയാം, ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞ നാടാണ് നമ്മുടേത്. ഭാഷയുടെ, സംസ്കാരത്തിൻ്റെ, വേഷവിധാനങ്ങളുടെ, അനുഭവങ്ങളുടെ, പ്രാർത്ഥനകളുടെ, മതങ്ങളുടെ, പ്രാർത്ഥനാക്രമങ്ങളുടെ എല്ലാം എണ്ണിയാൽ ഒടുങ്ങാത്ത വൈവിധ്യങ്ങൾക്കിടയിൽ നാം ജീവിക്കുകയാണ്. ആ വൈവിധ്യങ്ങളിടയിൽ നിന്നും ആ വൈവിധ്യങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോഴുള്ള പരസ്പര ആശ്രയത്വത്തിൽ നിന്ന്, പരസ്പര സാഹോദര്യത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു സംസ്കൃതിയുണ്ട്. ആ സംസ്കൃതിയാണ് ഇന്ത്യ എന്നുള്ള ആശയത്തിൻ്റെ അടിസ്ഥാനം. നമ്മുടെ രാജ്യം മാത്രമല്ല, ലോകത്തിലെ എല്ലാ ജനപദങ്ങളുടെയും നിലനിൽപ്പ് വൈവിധ്യങ്ങൾ നിറഞ്ഞ കാലത്ത്, വ്യത്യസ്തതകൾ നിറഞ്ഞ കാലത്ത് അതിനെ യോജിക്കുകയും വിയോജിക്കുകയും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും പരസ്പരം സംസാരിക്കുകയും സംവാദങ്ങൾ നടത്തുകയും ആരോഗ്യകരമായ മത്സരങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തുകൊണ്ടുണ്ടാകുന്ന ഒരു ഔട്ട്കമുണ്ട്. ആ ഔട്ട്കമാണ് ഈ വൈവിധ്യങ്ങളിൽ നിന്നൊരു പുതിയ സംസ്കൃതി ഉണ്ടാകുന്നത്. ആ സംസ്കൃതിയാണ് നമ്മുടെ ഭാരതം എന്നുള്ള സങ്കല്പത്തിൻ്റെ ഏറ്റവും വലിയ ജൈവതാളം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് 5000 വർഷക്കാലത്തെ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചയാണ്. ഇന്ന് ആളുകൾ കൊട്ടിഘോഷിക്കപ്പെടുന്നത് പോലെയുള്ള ഒരു പാരമ്പര്യമല്ല 5000 വർഷക്കാലത്തെ പാരമ്പര്യം. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വന്ന ജനപദങ്ങളെയും സംസ്കാരങ്ങളെയും മതവിഭാഗങ്ങളെയും എല്ലാം ഇരുകൈകളും നീട്ടി സ്വീകരിച്ച ഒരു നാടാണ് നമ്മുടേത്. ഇവിടെ രജപുത്രന്മാർ ഭരിച്ചിട്ടുണ്ട്, മുസ്ലിങ്ങൾ ഭരിച്ചിട്ടുണ്ട്, ഹിന്ദുക്കൾ ഭരിച്ചിട്ടുണ്ട്. മനു എസ് പിള്ളയുടെ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത്, അന്നത്തെ അബീസീനിയ, ഇന്നത്തെ എത്യോപ്യയിൽ നിന്നും വന്ന അടിമയായി വന്ന ഒരാൾ ബിജാപ്പൂരിലെ സുൽത്താനായി മാറിയിട്ടുണ്ടെന്നാണ്. അതാണ് ഇന്ത്യയുടെ പാരമ്പര്യം. തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആരോടും ഈ രാജ്യം വിട്ടുപോകാൻ ഒരു ഭരണകൂടവും ഒരു ഭരണാധികാരിയും നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. ആ 5000 വർഷക്കാലത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് നമ്മുടെ ദേശീയ പ്രസ്ഥാനം. ആ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സവിശേഷത എന്താ? അതെല്ലാവരെയും ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ്. ഗാന്ധിയും നെഹ്റുവും എല്ലാവരും, അതിൻ്റെ ലെഗസി അതാണ്. ടാഗോർ ഉൾപ്പെടുന്ന ലെഗസിയാണ്. രാജ്യം മുഴുവൻ അവർ സഞ്ചരിച്ചു. രാജ്യത്തുണ്ടായിരുന്ന എല്ലാ വിചാരധാരകളെയും ചിന്താസരണികളെയും ചേർത്ത് പിടിച്ചു. ഗാന്ധി ഈ ചെറിയ സംസ്ഥാനത്ത് 33 സ്ഥലങ്ങളിൽ വന്ന് സംസാരിച്ചു. അധസ്ഥിതർക്ക് വേണ്ടി പോരാടിയിരുന്ന അയ്യങ്കാളിയെ അദ്ദേഹം വീട്ടിൽ പോയി കണ്ടു. ശ്രീനാരായണ ഗുരുദേവനെ വസതിയിൽ സന്ദർശിച്ചു. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ കൊടുത്തു. ബ്രിട്ടീഷ് ഗവൺമെൻറ് തുർക്കിയിലെ കാലിഫേറ്റ് ഇല്ലാതാക്കിയപ്പോൾ ഒരു വലിയ പാൻ ഇസ്ലാമിക് മൂവ്മെൻറ്റ് ലോകത്തുണ്ടായി, ഖിലാഫത്ത് മൂവ്മെൻറ്റ്. അതിനെ ലോകത്ത് ആദ്യമായി പിന്തുണച്ച രാഷ്ട്രീയ പ്രസ്ഥാനം നമ്മുടെ ദേശീയ പ്രസ്ഥാനമായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ സെക്യുലറിസം എന്ന് പറയുന്നത് റിജക്ഷൻ ഓഫ് റിലീജിയനായി, മതത്തിൻ്റെ നിരാസമായി മാറിയപ്പോൾ ഇൻക്ലൂഷൻ ഓഫ് റിലീജിയനാക്കി ഇന്ത്യയുടെ സെക്യുലറിസത്തെ മാറ്റി. അതിൻ്റെ പ്രോഡക്റ്റാണ്, ഈ തുടർച്ചയാണ്, അതിൻ്റെ പ്രോഡക്റ്റാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. ആ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളെല്ലാം ഈ സങ്കീർണമായ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ അവകാശങ്ങളാണ്. നമുക്ക് എവിടെയാണ് തെറ്റുപറ്റുന്നത്? നമ്മൾ ചരിത്രത്തെ വിസ്മരിക്കാൻ ശ്രമിക്കുമ്പോഴാണ്, ചരിത്രത്തിന് നേരെ കണ്ണടയ്ക്കുമ്പോഴാണ്. എന്തൊരു ചരിത്രമാണ്! ലോകത്ത് മുഴുവൻ നടന്ന ചരിത്രത്തിലെ സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ അതിൻ്റെ മുന്നിൽ കണ്ണടച്ച് നിൽക്കുകയാണ്. ഷെല്ലി പറഞ്ഞിട്ടുണ്ട്, ഹിസ്റ്ററി ഈസ് എ സൈക്ലിക് പോയം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹിസ്റ്ററി ഈസ് എ സൈക്ലിക് പോയം റിട്ടൺ ബൈ ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമയം എഴുതി വെച്ചതാണത്. അത് മനുഷ്യൻ്റെ കാലങ്ങളെക്കുറിച്ചുള്ള, അവർ ചെയ്തു വച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, സമൂഹങ്ങളും രാജ്യങ്ങളും മനുഷ്യരും നേതാക്കളും രാജാക്കന്മാരും എല്ലാവരും ചെയ്ത കാര്യങ്ങളുടെ എല്ലാം ഒരു സൈക്ലിക്കായിട്ടുള്ള ഒന്നാണ് ഈ കാലം എന്ന് പറയുന്ന, ചരിത്രം എന്ന് പറയുന്നത്.